حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മനുഷ്യന്മാർ എപ്പോഴാണോ പാപികളായിട്ട് മാറുന്നത്, അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ എപ്പോഴാണ് കടന്നു വരുന്നത്? വിശുദ്ധ ഖുർആൻ അതിന് പറഞ്ഞ മറുപടി, അവർ സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടത്തിനൊത്തു ജീവിച്ചപ്പോൾ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളെയും നമ്മൾ നോക്കിക്കോ. ദേഹേച്ഛ, മനസ്സിൻ്റെ ഇഷ്ടം, ആ ഇച്ഛക്കനുസരിച്ച് നമ്മൾ ജീവിച്ചപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ, പാപങ്ങൾ കടന്നു വന്നത്. അല്ലാഹു പറഞ്ഞത്, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അല്ലാഹുവിൻ്റെ സന്മാർഗം കൂടാതെ, അല്ലാഹുവിൽ നിന്നുള്ള ഹുദയില്ലാതെ, ബിഗൈരി ഹുദ, ആ ഹുദയില്ലാതെ സ്വന്തം ഹവയെ പിൻപറ്റിയവനേക്കാൾ വഴിപഴച്ചവൻ വേറെ ആരുണ്ട് എന്നുള്ള ചോദിക്കാം.
മനുഷ്യൻ അവൻ്റെ ഇഷ്ടങ്ങളെ പിൻപറ്റണമെങ്കിൽ ആ ഇഷ്ടങ്ങൾ അള്ളാഹ് പൊരുത്തപ്പെട്ടതാണോ എന്ന് അള്ളാഹുവിൻ്റെ ഗൈഡൻസ് പരിശോധിക്കണം, ഖുർആനും സുന്നത്തും പരിശോധിക്കണം. അങ്ങനെ അള്ളാഹു വെറുത്തിട്ടില്ല, പടച്ചവൻ വിരോധിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ഇഷ്ടങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാവൂ. അങ്ങനെയല്ല എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്യണം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. മൈ ലൈഫ് മൈ ഡിസിഷൻ. പുതിയ കാഴ്ചപ്പാട് അങ്ങനാണല്ലോ. എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ്. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ തീരുമാനത്തിനും അനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ പാപിയായി പോകും. വമൻ അവല്ലു, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ആ വഴികെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു നാസിആത്ത് നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അവിടെ അല്ലാഹു പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിൽക്കുന്നതിനെപ്പറ്റി ആരാണോ പേടിച്ചത്, അള്ളാഹുവിൻ്റെ മുൻപിൽ വിചാരണയ്ക്ക് വിധേയനായിട്ട് കണക്ക് പറയാൻ ഞാൻ നിൽക്കുമെന്ന പേടി ആരുടെ മനസ്സിലുണ്ടായോ, വനഹൻ നഫ്സ അനിൽ ഹവാ, എന്നിട്ട് മനസ്സിന്റെ ഹവയെ പിടിച്ചു നിർത്തിയവൻ, അതിനെ വിരോധിച്ചവൻ, മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചവൻ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, ജന്നത്ത് സ്വർഗമെന്ന് പറഞ്ഞാൽ അവനുള്ള സങ്കേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പോൾ സ്വർഗ്ഗം ആർക്കുള്ള സങ്കേതാണ്? ഒന്ന് പടച്ചവന്റെ മുമ്പിൽ ചെയ്യുന്നതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്ന പേടി മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ജീവിച്ചവൻ. രണ്ടാമത്തവന്റെ ക്വാളിറ്റി എന്താ? വനഹൻ നഫ്സ അനിൽ ഹവാ. ഒരുപാട് ഇഷ്ടങ്ങൾ അവനുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പൂതികൾ. പക്ഷേ ആ പൂതികൾ അവൻ നിയന്ത്രിച്ചു, ആ ആഗ്രഹങ്ങളെ അവൻ കടിഞ്ഞാണിട്ടു. അവൻ അതുമായി നിരന്തരമായി അതിനെ ഞെരിക്കുവാനും അതിനെ ഒതുക്കുവാനുമുള്ള പരിശീലനത്തിലായിരുന്നു. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗ്ഗം ഒരുക്കി വെച്ചത് അവന് ചെന്ന് ഇരിക്കാനാണ്. സ്വർഗ്ഗം പണിതു വെച്ചത് അവന് ആസ്വദിക്കാനാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനോട് തീർത്തു പറഞ്ഞ കാര്യമാണ്, ഹവക്കനുസരിച്ച് ജീവിച്ചു പോകരുത്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്. വലാ തത്തബിഇൽ ഹവാ, നീ നിന്റെ ഹവയെ പിൻപറ്റി പോകരുത്, ഇഷ്ടങ്ങളെ മുഴുവൻ പിൻപറ്റി പോകരുത്. ഫയുളില്ലക അൻ സബീലില്ലാ, നിശ്ചയമായിട്ടും അള്ളാന്റെ മാർഗത്തിൽ നിന്ന്, അവന്റെ സബീലിൽ നിന്ന് ഫയുളില്ലക, നിന്നെ പഴിപഴപ്പിച്ച് കളയും. മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കനിശായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ആഗ്രഹങ്ങളെ, ഇഷ്ടങ്ങളെ, പൂതികളെ പിൻപറ്റാൻ പോകലല്ല നിന്റെ ദൗത്യം. എത്രത്തോളം നിന്റെ ജീവിതത്തിൽ നിന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ നിനക്ക് സാധിക്കുന്നുവോ, എത്രത്തോളം മനസ്സിന്റെ ഇച്ഛകളിൽ നിന്ന് നിയന്ത്രണമുണ്ടാക്കാൻ നിനക്ക് സാധിക്കുന്നുവോ, അതാണ് നിന്റെ വിജയം. അതാണ് നിന്റെ വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്തറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇതു ബിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാകാൻ പോകുന്നില്ല. റസൂലുള്ളാഹി പറയാ, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകാൻ പോകുന്നില്ല. ഹത്താ യകൂന ഹവാഹു, അവന്റെ ഹവ, അവന്റെ ഇച്ഛ ആകുന്നത് വരെ, തബഅൻ പിൻപറ്റുന്നത് വരെ, ലിമാ ജിഇതു ബിഹി, ഞാൻ കൊണ്ടുവന്നത് പിൻപറ്റുന്നത് വരെ. അവന്റെ ഇച്ഛകൾ അത് ഞാൻ കൊണ്ടുവരുന്നതിന് പിൻപറ്റുന്ന രൂപത്തിലല്ലാത്ത എന്ത് ഇച്ഛകൾ അവനുണ്ടോ ആ ഇച്ഛകളുള്ള കാലമത്രയും ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നബി പാഠങ്ങൾക്കൊപ്പിച്ച് ആഗ്രഹങ്ങളെ പരിവർത്തിപ്പിച്ചോളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാതൃകകൾ, ആ മാതൃകകളെ ആയിരിക്കണം നമ്മുടെ ഇച്ഛ. ആലോചിക്കും, ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മേഖലയാണിത്. ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മേഖല. കാരണം മനസ്സ് എന്ന് പറയുന്നത് പിശാചിന് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും.
ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ ആയത്താണ്. രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്ന രംഗം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തോട് രാജാവിനെ കാണാൻ വരാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വരൂല. കാരണം എന്താ? എനിക്കെതിരെ ഒരു ആരോപണമുണ്ട്. ഞാൻ എൻ്റെ യജമാനന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ചെന്നവനാണ് എന്ന ആരോപണമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ വെളിവായിട്ടല്ലാതെ വരൂല. രാജാവ് എന്ത് ചെയ്തു? എല്ലാ സ്ത്രീകളെയും ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്ത്രീകളൊക്കെ വിളിച്ചു കൂട്ടി അവരോട് ചോദിച്ചു, യൂസുഫിനെ പറ്റി എന്താ അഭിപ്രായം? എല്ലാ സ്ത്രീകളും പറഞ്ഞു നല്ല അഭിപ്രായമാണ്. അവസാനം ആ അസീസിന്റെ പ്രഭുവിന്റെ ഭാര്യയെ കൊണ്ടുവന്നു. ആ ഭാര്യയോട് ചോദിച്ചു, എന്താണ് യൂസുഫിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? അവർ തുറന്നു പറഞ്ഞു, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞ ഒരു വാചകം വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചു, വമാ ഉബർരിഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ ആ തെറ്റിൽ നിന്ന് മുക്തമാക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിനെ, ഞാൻ എൻ്റെ സ്വന്തത്തെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്ന നിലയ്ക്ക് ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി, നിശ്ചയമായിട്ടും മനസ്സ് എന്ന് പറയുന്നതുണ്ടല്ലോ, ലഅമ്മാറത്തും ബിസ്സൂഇ, അത് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, തിന്മയിലേക്ക് കൽപ്പിക്കുന്ന സാധനമാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കാരുണ്യം ചെയ്ത ഹൃദയങ്ങളൊഴികെ, കാരുണ്യം ചെയ്ത നഫ്സുകളൊഴികെ, മനസ്സുകളൊഴികെ എന്നവർ പറഞ്ഞു. മനസ്സിന്റെ ഒരു പ്രശ്നതാണ്. നിരന്തരം അള്ളാഹു വെറുപ്പുണ്ടാക്കിയ, അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ, പടച്ചവൻ അടുക്കരുത് എന്ന് പഠിപ്പിച്ച ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് അതിങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കും. ശൈത്താൻ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് പടച്ചോൻ തൊടരുതെന്ന് പറഞ്ഞത് തൊടാൻ തോന്നിക്കും, പടച്ചോൻ തീണ്ടരുതെന്ന് പറഞ്ഞത് തീണ്ടാൻ തോന്നിക്കും. അങ്ങനെ നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കും. ആ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ജീവിച്ചു പോവാണെങ്കിൽ, വമൻ അളല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട് എന്നല്ല ചോദിക്കുക. മിമ്മനിത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്, പടച്ചവന്റെ ഗൈഡൻസ് ഇല്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റി ജീവിച്ചവനേക്കാൾ വഴികെട്ടവനാരുണ്ട്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സന്മാർഗദർശനം കൊടുക്കൂല, അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല, വഴി കാണിച്ചു കൊടുക്കൂല. അതുകൊണ്ട് ജീവിതമെന്ന് പറയുന്നത് ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കലാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറ കേട്ടോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന ദർശനാണ്. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ദർശനമല്ല. ഹ്യൂമൻ റൈറ്റ്സും മനുഷ്യാവകാശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാല്യമീങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതിൻ്റെ ഒരർത്ഥമില്ല എന്നല്ല. ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണുന്ന സൊസൈറ്റിയുടെ അല്പമെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഉന്നതിക്ക് കാരണമായിട്ടുള്ളത്, ഒരു സംശയമില്ല. പക്ഷെ അതിന് ദുർവ്യാഖ്യാനിക്കാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതി തന്നെ വിധിച്ചു, നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ വിധി തന്നെ വന്നു. ഭാര്യയുണ്ട് എന്നതിന്റെ പേരിൽ ഭർത്താവ് വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല. ഭർത്താവ് ഉണ്ട് എന്നതിന്റെ പേരിൽ ഭാര്യയ്ക്ക് വ്യഭിചാര സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കാൻ പറ്റൂല, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി. വേണമെങ്കിൽ ഡിവോഴ്സിനത് കാരണമാക്കാം, അത്രേ ഉള്ളൂ. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നടന്ന ഡിവോഴ്സ് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വന്നപ്പോ, വാദം വന്നപ്പോ അവിടുന്ന് വിധി വന്നതാണ്, ഡിവോഴ്സിന് അർഹതയുണ്ട്, എൻ്റെ ഭാര്യ ഒരു കാമുകനുണ്ട് എന്നത് എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യാം, പക്ഷേ അവൾക്ക് അതിന് റൈറ്റ്സ് ഇല്ലെന്ന് പറയാൻ പറ്റൂല. ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയത് എന്തിനാ? സമൂഹത്തിന്റെ ഇടയിൽ നീതി കിട്ടാതെ പ്രയാസപ്പെടുന്ന ആ മനുഷ്യന്മാരുടെ നീതി കാത്തു സൂക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ്. അത് പോയി അത് ദുരുപയോഗപ്പെടുത്തി എന്തായി? വ്യഭിചാരം വരെ സ്വതന്ത്രമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെമ്മാടിത്തങ്ങളും ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ ന്യായീകരിക്കും. അവിടെ നമ്മൾ പുതിയ തലമുറ മനസ്സിലാക്കിക്കോ, എന്താ ഇസ്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? എന്താ ഇസ്ലാം എപ്പോഴും ചർച്ച? മുസ്ലിങ്ങൾ തന്നെ എപ്പോഴും ചർച്ചയുടെ കഥാപാത്രങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങളും റസൂലുള്ളാഹിയുടെ പാഠങ്ങളും എന്നും വിചാരണക്ക് വിധേയമാണ് സൊസൈറ്റിയിൽ. എന്താ ഇതിന്റെ കാരണം? കാരണം
ഇച്ഛകളുമായി പോരാടുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. വേറെ ഏത് മതത്തിനാ കാഴ്ചപ്പാടുള്ളത്? വേറെ ഏത് മതത്തിനാ കാഴ്ചപ്പാടുള്ളത്? മനുഷ്യന്റെ ഹവയെപ്പറ്റി, മനുഷ്യന്റെ ദേഹേച്ഛയെപ്പറ്റി, ആ ദേഹേച്ഛയുടെ പേരിൽ അതുമായിട്ടുള്ള പോരാട്ടം നടത്തണം. നിന്നെ കൊതിപ്പിക്കുന്ന, നിന്നെ മോഹിപ്പിക്കുന്ന, നിന്നെ ആഗ്രഹിപ്പിക്കുന്ന തിന്മകളുണ്ടല്ലോ, ആ തിന്മകൾക്കെതിരെ മുഖം തിരിഞ്ഞ് ജീവിക്കുക. അതാണ് നിന്റെ ഈമാൻ എന്ന് പറയുന്നത്. ഇതാ ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് സംഘട്ടനത്തിലാണ് ഇസ്ലാം, സംഘട്ടനത്തിലാണ്. ഇവിടത്തെ എല്ലാ ഉപഭോഗ തൃഷ്ണകളുമായിട്ട് അത് സംഘട്ടനത്തിലാണ്. അപ്പൊ അതിന്റെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാശകരമായ കാര്യത്തെപ്പറ്റി പഠിച്ചു. ഒരു മനുഷ്യൻ നശിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, അത് ആരിലുണ്ടോ അവൻ നശിച്ചു. വഅമ്മൽ മുഹ്ലികാത്ത്, എന്നാൽ നാശകരമായ കാര്യങ്ങൾ റസൂലുള്ളാഹി പറയുന്നു, 1 ഫഹവൻ മുത്തബിഉൻ, 1 പിന്തുടരപ്പെടുന്ന ഹവ, ഇച്ഛ. ഒരു മനുഷ്യൻ അവന്റെ മനസ്സ് മോഹിപ്പിക്കും, ചെയ്യാൻ തോന്നിപ്പിക്കും, പ്രവർത്തിക്കാൻ ആഗ്രഹിപ്പിക്കും, അതിനനുസരിച്ച് അതിനെ പിന്തുടർന്ന് അവൻ പോകും. അത് നാശത്തിന്റെ 1. പിന്നെയോ വശഹുൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. ഒരു നല്ല കാര്യത്തിന്, ഒരു നല്ല സംരംഭത്തിന്, ഒരു ഫീ സബീലില്ലയിൽ പടച്ചവന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ വിളിക്കപ്പെടുന്ന സമയത്ത് മനസ്സ് പറയും വേണ്ട വേണ്ട വേണ്ട, പിശുക്ക് പിടിക്കും. ആ പിശുക്കിന് അവൻ അനുസരിച്ച് കളയും, അത് അവനെ നശിപ്പിക്കും. പിന്നെയോ വഇജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യന് സ്വന്തത്തെ പറ്റി തന്നെ അത്ഭുതം തോന്നുക, അവനവനെ പറ്റി ആത്മരതി ഉണ്ടാവുക. ഞാനൊരു സംഭവമാണ് എന്ന് സ്വയം ഒരു മനുഷ്യന് തോന്നിയാൽ അവൻ നശിച്ചു. ഈ 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന. ഒന്നാമത് റസൂൽ എണ്ണിയത് എന്താണ്? ഒന്നാമത് ഫഹവൻ മുത്തബിഉൻ, പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛ. ഒരു മനുഷ്യൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ജീവിക്കുക, അതാണ് ഒന്നാമത്തെ നാശം. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിച്ച് ജീവിക്കാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് തിന്നാൻ തോന്നുന്നതെല്ലാം തിന്നാൻ പറ്റില്ല എന്ന് പഠിപ്പിക്കണം, അതാണ്. എനിക്ക് ആസ്വദിക്കാൻ തോന്നുന്നതെല്ലാം ആസ്വദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതം. അതിനനുസരിച്ച് വിധേയമായി കീഴ്പ്പെട്ട് മനുഷ്യൻ ജീവിക്കണം. എന്റെ ജീവിതം എന്റെ തീരുമാനമല്ല, എന്റെ ജീവിതം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവന്റെ വിധിവിലക്കുകൾ, അവന്റെ ഹറാമ് ഹലാലുകൾ, അവന്റെ ഹക്ക് ബാത്തിലുകൾ, അവന്റെ ഹുദൂദുകൾ, അത് മുഴുവൻ സ്വീകരിച്ച് ഞാൻ എന്നെ കടിച്ചമർത്തി, ഞാൻ എന്നെ പിടിച്ചു നിയന്ത്രിച്ച് ജീവിക്കുന്ന ജീവിത രീതിയെയാണ് ഇസ്ലാം എന്ന് പറയാം. അല്ലാതെ എനിക്ക് തോന്നിയതുപോലെ അത് തൊടണോ, ഇത് മണക്കണോ, അത് ആസ്വദിക്കണോ, അത് അനുഭവിക്കണോ, അതിന്റെ പുറകെ പോയി ജീവിക്കുന്നവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്. അങ്ങനെ ജീവിക്കാൻ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ വേണ്ട, ഒരു ദാർശനിക കാഴ്ചപ്പാട് വേണ്ട. മനുഷ്യൻ തെമ്മാടിയായാൽ മതി. ആണല്ലോ നമ്മൾ കാണുന്നത്. സകല തെമ്മാടിത്തങ്ങളെയും ന്യായീകരിക്കുക. എന്നിട്ട് സ്വന്തം ഉമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മനെ വരെ മതണ്ടായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ചോ, മാതാവ് എന്ന് പറയുന്നത് ഇനിയിപ്പോ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, സ്വന്തം ഉമ്മയെപ്പറ്റി, അവരുടെ മരണത്തെ പറ്റിയിട്ടുള്ള മരണ അറിയിപ്പ് ലോകത്തിന് കൊടുത്തത് മാതാവിനെ ആക്ഷേപിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്താ? ഇങ്ങനെ പ്രവർത്തിക്കാൻ തോന്നുന്നത് എന്താ? ഈ രാജ്യത്ത് എത്രയോ യുക്തിവാദികളുണ്ട്, ഈ രാജ്യത്ത് എത്രയോ സെക്യുലറിസ്റ്റുകളുണ്ട്, ഈ രാജ്യത്ത് വിവിധ ദർശനങ്ങളുള്ള ഭൗതിക ദർശനങ്ങളുടെ കാഴ്ചപ്പാട് ജീവിക്കുന്ന ആളുകാരുണ്ട്. അവരാരെങ്കിലും ഈ പണി ചെയ്യുമോ? അവരാരെങ്കിലും സ്വന്തം ഉമ്മ മരിക്കുമ്പോ ആ ഉമ്മ എന്റെ ആദർശത്തിലല്ല, അല്ലെങ്കിൽ എന്റെ ആദർശത്തിന് വിരുദ്ധമാണ് എന്നതിന്റെ പേരിൽ ആ മാതാവിന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് അതിനെ മോശപ്പെടുത്തി സ്വന്തം മാതാവിന്റെ ഖബറിലേക്ക് യാത്രയപ്പ് നടത്താൻ ഒരു മനുഷ്യൻ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു മകന് സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ദേഹേച്ഛകളെ പിൻപറ്റി ഒരു മനുഷ്യൻ ശൈത്താനായി മാറുന്നതിന്റെ ഉദാഹരണമാണത്. ശൈത്താനായി മാറുന്നതിന്റെ ഉദാഹരണം. വല്ലാതെ നമ്മൾ പിൻപറ്റി പോണ്ട. അള്ളാഹു നീട്ടിയിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? നീട്ടിയിട്ട് കൊടുക്കുന്നത് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരെയാണ്. അവർക്ക് അത് നീട്ടിയിട്ട് കൊടുക്കുക. നമ്മളിതൊക്കെ വേണ്ടാത്തതൊക്കെ ചെയ്തിട്ടും
വേണ്ടാത്തതൊക്കെ ചെയ്തിട്ടും നമ്മളിങ്ങനെ ആഫിയത്തോടെ ഭൂമിൻ്റെ മുകളിലൂടെ അഹങ്കാരത്തോടെ നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, അടി അള്ളാഹ് ദുനിയാവിൽ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അടി ആഖിറത്തിലേക്കാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ദുനിയാവിലാണെങ്കിൽ ചിലപ്പോൾ മടങ്ങും, ലഅല്ലഹും യർജിഊൻ, അവരൊരു വേള മടങ്ങിയേക്കാം എന്ന് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കുന്നവരെ പറ്റി പറഞ്ഞല്ലോ. വലനുദീകന്നഹും മിൻ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നാം ചെറിയ ശിക്ഷകൾ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, അവരൊരു വേള മടങ്ങിയേക്കാം. ചെറിയ അടികൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഹറാമുകൾക്ക്, നമ്മൾ ചെയ്യുന്ന ധിക്കാരങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾക്ക് ചില ശിക്ഷകൾ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ഭാഗ്യമാണ്. കാരണം എന്താ? ലഅല്ലഹും യർജിഊൻ, ഓർമ്മ വരും, അലർട്ടാവും. പടച്ചവനോട് കാണിച്ചതിന് എനിക്ക് കിട്ടിയതാണ് എന്ന ബോധ്യം വരും. അപ്പോൾ തിരിച്ചേക്കും, തിരിഞ്ഞ് നടന്നേക്കും, തിരുത്തിയേക്കും. പക്ഷെ അതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ ദുനിയാവിൽ എല്ലാ ധിക്കാരവും കാട്ടിയിട്ട് മാറുവിരിച്ച് നമ്മൾ നടക്കാനൊക്കെ മനസ്സിലാക്കിക്കോ, എടുത്തു വെച്ചിട്ടുള്ളത് പരലോകത്തേക്കാണ്. അവിടെ തടുക്കലില്ല, അവിടെ തടയലില്ല, അവിടെ അവസാനിക്കലില്ല, അവിടെ ഡ്യൂറേഷൻ ഇല്ല, അതങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് വിശ്വാസി മനസ്സിലാക്കിക്കൊള്ളണം, ഇച്ഛകൾക്കൊപ്പിച്ച് ജീവിച്ച് 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 അവസാനം ശൈത്താന്റെ പരുവത്തിലേക്ക് നമ്മൾ വരും, ശൈത്താന്റെ പരുവത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മാനെ ചീത്ത വിളിക്കും, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാരുടെ മരണ വാർത്ത എഴുതുമ്പോൾ വാപ്പാനെ അധിക്ഷേപിച്ചും ചീത്ത വിളിച്ചും മോശപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ട് പോകും. ലോകത്ത് ഒരു ഈമാൻ്റെ അണ്ണുമണി കേട്ടിട്ടില്ലാത്ത വേണ്ട വിദ്യാഭ്യാസമില്ലാത്ത കാട്ടിൽ വസിക്കുന്ന ആദിവാസികളായിട്ട് ലോകവുമായിട്ട് ഒരു പരിചയവുമില്ലാത്ത നാഗരിക സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കാട്ടാളൻ സ്വന്തം ഉമ്മയുടെ മയ്യത്ത് നോക്കിയിട്ട് ഇത്രക്കും മോശപ്പെടുത്തിയിട്ട് സംസാരിക്കുമോ? നമ്മളെല്ലാം പൊരുത്തപ്പെടില്ല അവിടെ വെച്ച്, നമ്മളെല്ലാം പോയില്ലേ അവിടെ വെച്ച്. ഉമ്മ എത്ര മോശമായി പെരുമാറിക്കോട്ടെ, ഉമ്മ എത്ര എതിർത്ത് നിന്നോട്ടെ, ഉമ്മ എത്രയും അകലത്തിൽ നിന്നോട്ടെ, ഉമ്മ എത്രയും ദ്രോഹിച്ചോട്ടെ, ഉമ്മയാണല്ലോ. ആ ബോധം മനുഷ്യന് അസ്തമിക്കുന്നെങ്കിൽ, ആ ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ചുരണ്ടിക്കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ ശൈത്താനാണ് അത്തരക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ പ്രശ്നം എന്തായിരുന്നു? അവരുടെ പ്രശ്നം വേറൊന്നുമല്ല, അവരുടെ ഹാവക്കൊപ്പിച്ച് ജീവിക്കണം, ഇച്ഛക്കൊപ്പിച്ച് ജീവിക്കണം, തോന്നിവാസത്തിനൊപ്പിച്ച് ജീവിക്കണം. അങ്ങനെ തോന്നിവാസങ്ങൾക്കൊപ്പിച്ച് ജീവിക്കാൻ തടസ്സം നിൽക്കുന്നത്, ആ തടസ്സം നിൽക്കുന്നത് ഇസ്ലാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളാണ്. എങ്കിൽ അതിനെ മോശപ്പെടുത്താം. അള്ളാഹുവിൻ്റെ റസൂല് മനുഷ്യരോട്, വിശ്വാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഒരു വിശ്വാസി എപ്പോഴും സ്വീകരിക്കേണ്ട നിലപാട്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഗ്നി അൽ മൗത്ത്. അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കുവിൻ, നിങ്ങൾ ധാരാളമാക്കുവിൻ. ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെപ്പറ്റി നിങ്ങളുടെ ചിന്ത നിങ്ങൾ അധികരിപ്പിക്കുവിൻ. മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഞാൻ എന്നാണ് മരിക്കുക, എൻ്റെ മരണം എപ്പോഴാണ്, ഞാൻ മരിക്കും എന്ന ബോധം ഒരു മനുഷ്യന്റെ മനസ്സിൽ എത്ര കൂട്ടുന്നോ അത്ര അവൻ്റെ ഇച്ഛകളുടെ പിറകെ പോകുന്ന അവൻ്റെ സ്വഭാവം കുറയും. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഓർമ്മയിൽ നിന്ന് മരണം പോവാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ അവസ്ഥ എന്താ? ഈ ഇരിക്കുന്ന മൊത്തം മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കിടയിൽ നാം മരണം ഖദ്ദർനാ നിർണയിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ മനുഷ്യന്മാർ ഇന്ന് ജുമുഅ കഴിഞ്ഞിട്ട് വീട്ടിലെത്താതെ ഭാര്യ വിളമ്പി വെച്ച, ഉമ്മ വിളമ്പി വെച്ച ഭക്ഷണത്തിലേക്ക്, ആ പാത്രത്തിലേക്ക് കൈകൾ നീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവർ ഖദ്ദർനാ, നാം ഖദറാക്കിയ ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത് ഞാനാകാം, നിങ്ങളാകാം, അത് ഞാനാകാം, നിങ്ങളാകാം. ഈ ജുമുഅ കഴിഞ്ഞ് തന്റെ വാഹനവുമായി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ, ഒരു അപകടത്തിന്റെ രൂപത്തിൽ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്ക് നാം മരണം കണക്കാക്കിയിരിക്കുന്നു. ആ രൂപത്തിൽ കണക്കാക്കപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ് മരിക്കാൻ വിധി നിർണയിച്ചിട്ട് നമ്മൾ ഓരോരുത്തരിയ്ക്കുന്നു. എപ്പോഴാണ് അറിയില്ല. അതങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലാഹു പറയാ, അത് ആലോചിച്ചാൽ മതി. വമാ നഹ്നു ബിമസ്ബൂഖീൻ, ആ കാര്യത്തിൽ നമ്മളാരും
അതിജയിക്കാൻ പോകുന്നില്ല, തോൽപ്പിക്കാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കാണ്. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അവന്റെ തൊണ്ടക്കുഴിയിലേക്ക്, മനുഷ്യ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് അവന്റെ റൂഹ് മലക്കുകൾ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ അന്ന് നോക്കിയിരിക്കുന്നവരായിരിക്കും. മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ പ്രാണനെത്തുമ്പോ, ജീവനെത്തുമ്പോ നിങ്ങൾ നോക്കിയിരിക്കുന്നവരായിരിക്കും. വനഹനു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നാം അവരോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ നാമാണ്, നിങ്ങളത് കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിന്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, പടച്ചവൻ തന്ന ഈ ജീവിതത്തെ പരമാവധി പടച്ചവന് കീഴ്പ്പെട്ട് ജീവിക്കാതെ തോന്നിവാസത്തിനും ഇച്ഛകൾക്കും അനുസരിച്ച് ജീവിക്കുകയും ആ തോന്നിവാസത്തിന് ഒരു ദാർശനിക അടിത്തറയുണ്ടാക്കാൻ റസൂലുള്ളാഹിനെ തെറി വിളിച്ചാൽ മതി, ഇസ്ലാമിനെ ചീത്ത വിളിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന അഹങ്കാര ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിന് തിരശ്ശീലയിട്ടിട്ട് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ തൊണ്ടയിലേക്ക് നിന്റെ പ്രാണനെത്തുമ്പോ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിന്റെ ചുറ്റുള്ളവരെ നോക്കിയിരിക്കും, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആ ദിവസം നീ അഭിമുഖീകരിക്കാനുണ്ട്. കല്ലാ ഇദാ ബലഗത്തിൽ തറാഖിയ, നിന്റെ രണ്ട് കഴുത്തെല്ലുകൾ, നിന്റെ രണ്ട് കഴുത്തെല്ല്, തറാഖിയ എന്ന് പറഞ്ഞാൽ അതാണ് ഈ രണ്ട് എല്ല്, ആ രണ്ട് എല്ലിന്റെ ഇടയിലേക്ക് എന്ന് പറഞ്ഞാൽ ചങ്കിന്റെ ഈ കുഴിയുണ്ടല്ലോ, ആ കുഴിയിലേക്ക് നിന്റെ പ്രാണനെത്തിയാൽ, നിന്റെ ജീവനെത്തിയാൽ, വഖീല മൻ റാഖ്, ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുക്കാനുണ്ടോ എന്ന് ചുറ്റുമുള്ളവർ പറയും. വളന്ന അന്നഹുൽ ഫിറാഖ്, ആ സമയത്ത് നിനക്കറിയാം, നിനക്ക് മാത്രമറിയാം, കഴിഞ്ഞു എന്റെ ഫിറാഖ്, എന്റെ വിടവാങ്ങൽ, എന്റെ അഹങ്കാരം കഴിഞ്ഞു, എന്റെ പ്രത്യയശാസ്ത്ര വീമ്പ് പറച്ചിൽ കഴിഞ്ഞു, എന്റെ തോന്നിവാസ ജീവിതം കഴിഞ്ഞു. വളന്ന അന്നഹുൽ ഫിറാഖ്, എന്റെ വേർപാടാണ്. വത്തഫത്തി സാഖു ബിസാഖ്, നിന്റെ കണങ്കാലും കൂട്ടിപ്പിരിയും, വേദന കൊണ്ട് നിന്റെ കണങ്കാലുകൾ കൂട്ടിപ്പിരിയും. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്ന് നിന്നെ കൊണ്ടുപോകുന്നത് നീ നിഷേധിച്ച, നീ പരിഗണിക്കാത്ത, നീ ഹക്കും ബാത്തിലും നോക്കാത്ത, നീ നിയമം പരിഗണിക്കാത്ത നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് മാടുകളെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ നിന്റെ ആത്മാവിനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് മലക്കുകൾ നിന്റെ റൂഹ് പിടിച്ച് നിന്റെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇത് ഓർത്തുകൊണ്ടിരിക്കണം. സകല സമയത്തും വിശ്വാസി ഇത് ഓർത്തുകൊണ്ടിരിക്കണം. ഇത് ഓർത്തുകൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശിഷ്ട ജീവിതം നൽകും. ഈ ചിന്ത ഇത് എത്ര കുറയുന്നോ അത്രയും നമ്മൾ മോശപ്പെട്ടവരായി പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതക്രമം വരും ഈ ചിന്ത കുറഞ്ഞാൽ. അതുകൊണ്ട് വിശ്വാസിനോട് അല്ലാഹ് പറഞ്ഞത് എന്താ? നിനക്ക് മരണത്തെപ്പറ്റി പരമാവധി ആലോചിച്ചോ. റസൂലുള്ളാഹി പറഞ്ഞു, അഖ്സിറൂ, നീ ധാരാളം അധികരിപ്പിക്കുവിൻ മരണത്തെ പറ്റിയിട്ടുള്ള ചിന്ത. ആ ചിന്ത വന്നാൽ ചില ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ നിനക്ക് കഴിയും. ആ ചിന്ത ധാരാളം വന്നാൽ ഹറാമായ നിന്റെ ആഗ്രഹങ്ങൾ നീ ഉപേക്ഷിക്കും. ആ ചിന്ത നിരന്തരം വന്നാൽ ബാത്തിലായ നിന്റെ ആഗ്രഹങ്ങളും പൂതികളും നീ ഉപേക്ഷിക്കും. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ മുറിച്ചു കടക്കാനുള്ള നിന്റെ കൊതി, ആ ചിന്ത ഇടയ്ക്കിടെ വന്നാൽ അതിങ്ങനെ നിനക്ക് ശക്തി ഉണ്ടാവും. അതുകൊണ്ട് മരണത്തെപ്പറ്റി ചിന്തിക്കുക, മരണത്തെപ്പറ്റി ചിന്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം മരണത്തെപ്പറ്റി ഓർക്കുകയും ആ മരണത്തെപ്പറ്റിയിട്ടുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിന്റെ ശഹവത്തിനെ, ഹവയെ, ദേഹേച്ഛയെ പിടിച്ചു നിർത്തുന്ന, നിയന്ത്രിച്ചു നിർത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ
സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണമാണ്, മരണത്തെ പറ്റിയിട്ടുള്ള ഓർമ്മയാണ് ജീവിതത്തെ വിശുദ്ധീകരിക്കുക, ജീവിതത്തെ വിമലീകരിക്കുക. ആ മരണം നിശ്ചയിച്ച ദിവസം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ നിശ്ചയിച്ച ഇടത്ത് നമ്മുടെ അരികിലേക്ക് കടന്നു വരും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അന്ന് നമ്മളെല്ലാം മരണത്തെ ആസ്വദിക്കും. സുമ്മ ഇലൈനാ തുർജഊൻ. പിന്നീട് എൻ്റെ അടുത്തേക്ക്, നമ്മുടെ അടുത്തേക്ക്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഖുൽ, നബിയെ മനുഷ്യന്മാർക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്ക്, ഇന്നൽ മൗത്ത് അല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ ഓടി അകലുന്ന മരണം, ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും. ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ട സമയത്ത്, നിശ്ചയിക്കപ്പെട്ട സെക്കൻഡിൽ മുഖാമുഖം കാണും. മുലാഖീകും, നിങ്ങളെ മുഖാമുഖം കാണും, നിങ്ങളുടെ മുഖത്തിന് നോക്കും, നിങ്ങളെ കണ്ണിലേക്ക് നോക്കും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. പിന്നീട് ആ മരണമുണ്ടല്ലോ, നിങ്ങളെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അന്ന് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളെ അറിയിക്കും, നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, ദുനിയാവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, മരിക്കും, ഒരു ദിവസം നമ്മൾ മരിക്കും. ആ മരണത്തിന് ഒരുങ്ങി ജീവിക്കാം. ആ ഒരുങ്ങി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾ പലതും ഒഴിവാക്കണം. ഇസ്ലാം അതാണ്, ഇഷ്ടം ഒഴിവാക്കാൻ പഠിപ്പിക്കുന്ന മതാണ്. ഇഷ്ടം ഒഴിവാക്കൂ. ഏറ്റവും അധികം ഇഷ്ടങ്ങൾ ഒഴിവാക്കുന്നവൻ ഏറ്റവും ഈമാനുള്ളവൻ. ഏറ്റവും അധികം ഇഷ്ടങ്ങൾ സ്വീകരിക്കുന്നവൻ ഏറ്റവും വലിയ ഫാസിഖ്, തെമ്മാടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്തോട് പറയാ, മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ, പൂതികൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ അത് സംരക്ഷിക്കലാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുക. അല്ല, മനുഷ്യൻ്റെ പൂതി കുറച്ചാൽ നല്ലവനായി, മനുഷ്യൻ്റെ പൂതി കൂടിയാൽ അവൻ കെട്ടവനായി. ഇതാണ് ഞങ്ങളുടെ ദർശനം, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതാണ് ഞങ്ങളുടെ ഈമാൻ എന്ന് ലോകത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും അധികം ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ കുറക്കാൻ ശക്തിയുള്ള ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട, തൃപ്തിപ്പെട്ട ഇഷ്ടങ്ങളല്ലാത്ത സകല ഇഷ്ടങ്ങളും ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ഇഷ്ടങ്ങൾ പണിതുകൂട്ടിയ, നിർമ്മിച്ചു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ആ പാപങ്ങൾ ഒന്നൊഴികെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചു പോയതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പാപങ്ങളില്ലാത്ത പരിശുദ്ധമായ അവസ്ഥയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ പ്രവേശിക്കാനും ആ വിശുദ്ധ റമളാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട രൂപത്തിൽ അതിനെ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.